നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താടാ ഒച്ച എഴുന്നത് പോലെ കാറ് പോകുന്നത്? ഇതിനേക്കാളും ഭേദം ഞാൻ ഇറങ്ങി നടക്കുന്നതാണല്ലോ. അത് എഞ്ചിൻ പണി കഴിഞ്ഞേ ഉള്ളൂ സത്യാമ്മേ. ഓവർ സ്പീഡ് എടുത്താൽ. ഓ അത് ശരി. എനിക്ക് സമയത്തിനും കാലത്തിനൊക്കെ ചടങ്ങിനെത്താനുള്ളതാ, അതറിയാലോ അല്ലേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സമയമുണ്ടല്ലോ. ഈ പോക്ക് പോയാ സമയം തീരാൻ അധികം നേരമൊന്നും വേണ്ട. എന്തായാലും കല്യാണത്തിനുള്ള താലിമാലയൊക്കെ കൊടുക്കുന്നതല്ലേ. മാലതയും കൂടി ഒന്ന് അറിയിച്ചേക്കാം. അവക്കേ ചില കാര്യങ്ങളിലൊക്കെ ഒരു പുച്ഛമാ. ഹലോ ഹലോ മാലതിയല്ലേ? ആ പറയൂ ഭാമേ. എടേ ഞാൻ വിളിച്ചതേ, ഇന്നേ ഒരു സമൂഹ വിവാഹം ഞാൻ നടത്തുന്നുണ്ട്. മേഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അല്ല, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ജോലി കൊടുക്കുമെന്ന് മേഡം പറഞ്ഞല്ലോ. മേഡം, എന്റെ പരിചയത്തിലും ചില പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്താൽ വലിയ സഹായമായിരിക്കും മേഡം. ACP സാറിന് ഇത്രയും നല്ല മനസ്സുണ്ടോ? ഓ ശരി, ആരൊക്കെയാ പാവങ്ങള്? ഏത് ഓർഫനേജിലാ അവരുടെ താമസം? അയ്യോ, ഓർഫനേജ് ഒന്നും അല്ല മേഡം, നമ്മുടെ RTP നഗറിലാ. അതൊരു റെസിഡൻസ് ഏരിയ അല്ലേ? സമ്പന്നർ താമസിക്കുന്ന സ്ഥലം. പുറമേ നിന്ന് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ വലിയ ഏകാന്തത അനുഭവിക്കുന്ന സ്ത്രീകളാ മേഡം. എന്നും എന്നോട് പരാതി പറയും. മനസ്സിലായി. ഒരു ACPയെ വിളിച്ച് എന്നും തങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് പരാതി പറയുന്ന കൊച്ചമ്മമാരെ കുറിച്ച് കൂടുതൽ പറയണമെന്നില്ല. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു പഴുത് കിട്ടിയ സൂചി ഏറ്റന്റെ അടുത്ത് തൂമ്പാക്കേറ്റുന്ന സാമർഥ്യക്കാരൻ. പണ്ട് അറബിയുടെ കൂടാരത്തിൽ കയറി പറ്റിയ ഒരു ഒട്ടകത്തിന്റെ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട്. രാത്രിയിലെ തണുപ്പിൽ കാല് മറയ്ക്കാൻ കൂടാരത്തിൽ ഇടം ചോദിച്ച ഒട്ടകം ഒടുവിൽ ആ കൂടാരം തന്നെ സ്വന്തമാക്കി അറബിയെ പുറത്താക്കി. ACP സാറായിരുന്നു ആ സ്ഥാനത്തെങ്കിലേ ആ മരുഭൂമി തന്നെ മറിച്ച് വിറ്റാന്. ശരിയല്ലേ? എന്തുപറ്റി? എന്തിനാ നിർത്തിയത്? ഞാൻ നിർത്തിയതല്ല, വണ്ടി തനിയെ നിന്നതാ. അയ്യോ, സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സത്യാമ്മേ. ചതിച്ചോ? ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. സമയം ഒരുപാടായല്ലോ. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ആ പെട്ടെന്ന് നോക്കിയേ. എന്തായി? എന്താണെന്ന് മനസ്സിലാവുന്നില്ല സത്യാമ്മേ. എന്തൊരു കഷ്ടം ഇത്. സംഘാടകരാണല്ലോ. ഇനി ഇവരോടിപ്പോ ഞാൻ എന്തു പറയും? ഹലോ സത്യമേ, എവിടെയാ? ഞങ്ങളെല്ലാരും വെയിറ്റിംഗിലാ. എവിടെ എത്തി?
എന്തു പറയാന്? ഞാൻ വന്ന് വണ്ടി കേടായി വഴി കിടക്കുക. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ദേ, നിങ്ങൾ പേടിക്കണ്ട, സമയത്ത് തന്നെ ഞാൻ അങ്ങ് എത്തിക്കോളാം. എന്തായിടോ, വല്ല നടക്കോ? പേടിക്കണ്ട, നമുക്കൊരു മെക്കാനിക്കിനെ വിളിക്കാം. മെക്കാനിക്ക് വന്ന് നന്നാക്കിട്ടെ ഇനി ഞാൻ എപ്പോ പോകാനാ? പിന്നെന്ത് ചെയ്യും? ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ, ഇനി ഞാൻ നടന്നോളാം. അല്ല സത്യാമ്മേ, അത് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശ്ശോ. ഹലോ, ശരി, ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം. എന്താ മാഡം? ഞാനിവിടെ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുന്ന കാര്യം അറിഞ്ഞിട്ട് വിളിച്ചത്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നടത്തിപ്പുകാരാ. ഓ, അവർക്ക് 1-2 ഓർഫനേജുകളുണ്ടെന്ന്. അവിടുത്തെ ചില കുട്ടികൾക്ക് വിവാഹപ്രായമായിന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന്. നല്ല കാര്യമല്ലേ മാഡം? എന്ത് നല്ല കാര്യം? ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെങ്ങനെ ACP സാറിന് അറിയാം? ഇതൊക്കെ കേൾക്കുമ്പോഴേ അറിയാൻ വേണം. ഈ മട്ടിലായിരിക്കും അപ്പൊ നിങ്ങളുടെ കേസ് അന്വേഷണവും അല്ലേ? കേൾക്കുമ്പോഴേ അറിയായിരിക്കും ആരാണ് വാദിയെന്നും ആരാണ് പ്രതിയെന്നും ഒക്കെ. സംശയം എന്താ മേഡം? കേസിന്റെ മണം കിട്ടിയാൽ മതി, ഞാൻ പറയും എന്താ അവിടെ നടന്നതെന്ന്. അങ്ങനെ ഘ്രാണിച്ചും കബഡി നിരത്തിയും ഓരോന്ന് കണ്ടുപിടിക്കാനല്ല നിങ്ങൾക്ക് ഈ കാക്കി തയ്ച്ചു തന്നിരിക്കുന്നത്. തെളിവും സാക്ഷികളും മറ്റു വസ്തുതകളും ചേർത്ത് വെച്ച് അന്വേഷണം നടത്താനാ. അതെങ്ങനെയാ? കള്ളന് കഞ്ഞി വെക്കാൻ റേഷൻ കട കൊള്ളയടിച്ച് ശീലിച്ചവരല്ലേ, പിന്നെ എങ്ങനെ നേരെയാവാനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.